സുഹൃത്തുക്കളെ, സൂര്യനെപ്പോലെ തിളങ്ങണമെങ്കിൽ സൂര്യനെപ്പോലെ ജ്വലിക്കണം. നിങ്ങളുടെ കഴിവും കർമ്മശേഷിയും ജ്വലിപ്പിച്ചുകൊണ്ട് തിളക്കമാർന്ന വിജയം കൈവരിക്കാൻ നിങ്ങൾക്കാകും ഡോക്സ്റ്റോയുടെ ക്ലാസ്സുകളിലൂടെ. അതിനാദ്യം വേണ്ടത് സർക്കാർ ഉദ്യോഗം എന്ന ലക്ഷ്യം മനസ്സിൽ സ്ഥാപിക്കുക. അത് നേടിയെടുക്കുമെന്ന് ദൃഢപ്രതിജ്ഞ എടുക്കുക. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ജീവിതത്തിലെ ഏറ്റവും വലിയ ദൗത്യമായി ഏറ്റെടുക്കുക. ഓർക്കുക, ലക്ഷ്യം തീവ്രമാണെങ്കിൽ അത് നേടിത്തരാൻ ഈ പ്രപഞ്ചശക്തികൾ നിങ്ങൾക്ക് കൂട്ടിനുണ്ടാകും. കഠിനമായി തപസ്സനുഷ്ഠിക്കുന്നവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാതിരിക്കാൻ ഈശ്വരന് പോലും കഴിയില്ല എന്നാണല്ലോ പുരാണങ്ങൾ പോലും നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് വിജയത്തിനായി സ്വയം സമർപ്പിക്കുക. എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഏവരെയും ഡോസ്കോയുടെ ഈ ക്ലാസ്സിലേക്ക് ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുഞ്ഞു ടോപ്പിക്കാണ്. നിങ്ങൾക്കറിയാം, ആമുഖം, പ്രിയാമ്പിൾ എന്ന ഈ ടോപ്പിക്കിൽ നിന്ന് മിക്കവാറും പരീക്ഷകളിൽ ഒരു മാർക്കിനെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടാകുക പതിവാണ്. അതുകൊണ്ട് വളരെ വ്യക്തമായ രീതിയിൽ ഈ ടോപ്പിക്കിനെ കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ്. ഏവരെയും ഏറെ സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു ഡോക്സ്റ്റോയുടെ ഇന്നത്തെ ഈ ആമുഖം എന്ന ക്ലാസ്സിലേക്ക്. നമുക്ക് ആരംഭിക്കാം. എന്താണ് ആമുഖം? ഇന്ത്യൻ ഭരണഘടനയുടെ സംക്ഷിപ്ത രൂപമാണ് ആമുഖം. നിങ്ങൾക്കറിയാം, ഏത് ബുക്ക് എടുത്താലും അതിനൊരു പ്രിഫൈസ് കാണും, അല്ലേ? അപ്പോൾ ദി പ്രിഫൈസ് വിത്ത് വിച്ച് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ബിഗിൻസ് ഈസ് ടെക്നിക്കലി നോൺ ആസ് പ്രിയാമ്പിൾ. നമ്മുടെ ഭരണഘടനയുടെ ആ തുടക്കമാണ് ആമുഖം എന്നറിയപ്പെടുന്നത്. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വിളംബരം ചെയ്യുന്ന ഭാഗമേത്? ആമുഖം. പ്രീവിയസ് ചോദ്യമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വിളംബരം ചെയ്യുന്ന ഭാഗം ആമുഖം. പ്രിയാമ്പിൾ ഡിക്ലേഴ്സ് ഒബ്ജക്ട്സ് ആൻഡ് എയിംസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വിളംബരം ചെയ്യുന്ന ഭാഗമാണ് ആമുഖം. ആമുഖം എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്ത് നിന്ന് കടമെടുത്തതാണ്? നിങ്ങൾക്കറിയാം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. വിവിധ ആശയങ്ങൾ വിവിധ രാജ്യങ്ങളിലെ ഭരണഘടനകളിൽ നിന്ന് നമ്മൾ സ്വീകരിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഓരോന്ന് പഠിക്കുമ്പോൾ അത് എവിടെ നിന്ന് കടം കൊണ്ടതാണ് എന്നുകൂടി പഠിക്കുക. നോക്കൂ, ആമുഖം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് USA നിന്നാണ്, അഥവാ അമേരിക്കയിൽ നിന്നാണ് ആമുഖം എന്ന ആശയം ഇന്ത്യ കടം വാങ്ങിയത്. നമ്മൾ ആമുഖം എന്ന ആശയം കടം വാങ്ങി എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അതായത് ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മൾ ആമുഖം ഉൾപ്പെടുത്തിയത് അമേരിക്കൻ ഭരണഘടനയിലെ ആമുഖത്തിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തുകൊണ്ട് ഇവിടെ ഒന്ന് നടപ്പാക്കി എന്ന് വിചാരിക്കരുത്. ഒരാശയം മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ. അത് ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ ആമുഖത്തിനു വേണ്ടി ഒരു ലക്ഷ്യപ്രമേയം ഒരു വ്യക്തി തയ്യാറാക്കി. അപ്പോൾ പരീക്ഷയ്ക്ക് അവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ആര് അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് ആമുഖം തയ്യാറാക്കിയത്? ജവഹർലാൽ നെഹ്റു. അതുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റുവിന് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച് അംഗീകരിച്ച വ്യക്തിയായതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നു ആമുഖത്തിൻ്റെ ശില്പി. ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖത്തിൻ്റെ ശില്പി ആര്? ജവഹർലാൽ നെഹ്റു. കാരണം അദ്ദേഹമാണ് ആമുഖത്തിന് വേണ്ടി ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, ലക്ഷ്യപ്രമേയം തയ്യാറാക്കി ഭരണഘടനാ നിർമ്മാണ സഭയുടെ മുമ്പിൽ അവതരിപ്പിച്ച് സഭയുടെ അംഗീകാരം നേടിയെടുത്തത്. അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്നു ആമുഖത്തിൻ്റെ ശില്പി, ആർക്കിടെക്റ്റ് ഓഫ് പ്രിയാമ്പിൾ, ജവഹർലാൽ നെഹ്റു. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു ചോദ്യപേപ്പറിൽ കണ്ടൊരു ചോദ്യമുണ്ട്. ജവഹർലാൽ നെഹ്റു മുന്നോട്ട് വച്ച ലക്ഷ്യപ്രമേയം തെറ്റ്, നിയമവിരുദ്ധം, അപകടകരം എന്നൊക്കെ വിമർശിച്ച ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഒരു അംഗമുണ്ട്. ആ അംഗത്തിൻ്റെ പേര് ഈ അടുത്ത കാലത്ത് ഒരു പരീക്ഷയ്ക്ക് PSC ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ഓർക്കുക. ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം തെറ്റ്, നിയമവിരുദ്ധം, അപകടകരം എന്നൊക്കെ വിമർശിച്ച ഭരണഘടനാ നിർമ്മാണ സഭയുടെ അംഗം ആരെന്ന് ചോദിച്ചാൽ രാം റാവു ജയകർ, മുകുന്ദ് രാം റാവു ജയകർ, MR ജയകർ എന്ന് വേണമെങ്കിൽ നമുക്ക് ചുരുക്കി പറയാം. മുകുന്ദ് രാം റാവു ജയകർ ആണ് ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം
അപകടകരം, തെറ്റ്, നിയമവിരുദ്ധം എന്നൊക്കെ വിശേഷിപ്പിച്ചത്. ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട 2 ഡേറ്റുകൾ കൂടി നിങ്ങൾ ഓർക്കുക. വളരെ പ്രധാനപ്പെട്ട ആമുഖവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട 2 ഡേറ്റുകൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അതായത് ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചതെന്ന് ഭരണഘടനാ നിർമ്മാണ സഭയുടെ മുമ്പിൽ അവതരിപ്പിച്ച് അംഗീകാരം നേടണ്ടേ? അപ്പോൾ ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭയുടെ മുമ്പിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചതെന്ന് 1946 ഡിസംബർ മാസം 13-ാം തീയതിയാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത്. ഇനി ഭരണഘടനാ നിർമ്മാണ സഭ ആ ലക്ഷ്യപ്രമേയം അംഗീകരിച്ചതെന്ന് പിറ്റേ മാസം എന്ന് പറയുമ്പോൾ പിറ്റേ വർഷം ഡിസംബർ അല്ലേ? അപ്പോൾ 1947 ജാനുവരി മാസം 22-ാം തീയതിയാണ് ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത്. അപ്പോൾ ഈ 2 ഡേറ്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചതെന്ന് 1946 ഡിസംബർ 13-ാം തീയതി. ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ഈ ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചതെന്ന് 1947 ജാനുവരി മാസം 22-ാം തീയതി. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇനി ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ആമുഖം ആരംഭിക്കുന്നത് നിങ്ങൾക്കറിയാം, വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ, നാം ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാണ് ആമുഖം ആരംഭിക്കുന്നത്. ഇവിടെയും ഒരു ചോദ്യം നിങ്ങൾ ഓർക്കുന്നത് നന്നായിരിക്കും. ഇൻ ദി നെയിം ഓഫ് ഗോഡ്, ദൈവനാമത്താൽ എന്ന വാക്കുപയോഗിച്ച് തന്നെ ആമുഖം ആരംഭിക്കണം എന്ന് വാശി പിടിച്ച ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒരു അംഗമുണ്ട്. വേണമെങ്കിൽ ആ ചോദ്യം ചോദിക്കാം. അതാരാണ്? എസ് വി കാമത്ത് എന്ന അംഗമാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായ എസ് വി കാമത്ത് ആണ് പറഞ്ഞത്, ഇൻ ദി നെയിം ഓഫ് ഗോഡ്, ദൈവനാമത്താൽ എന്ന് തന്നെ ഭരണഘടനയിലെ ആമുഖം ആരംഭിക്കണം, അങ്ങനെ വേണം ആമുഖം തുടങ്ങേണ്ടത് എന്ന് നിർബന്ധം പിടിച്ച വ്യക്തിയാണ്. പക്ഷേ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖം ആരംഭിക്കുന്നത് വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ, നാം ഇന്ത്യയിലെ ജനങ്ങൾ എന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. സുഹൃത്തുക്കളെ, അവിടെ ഒരു ചോദ്യമുണ്ട്. അവിടെ ഒരു ജനറൽ ചോദ്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. വി ദി പീപ്പിൾ ആരുടെ കൃതിയാണ്? അതൊരു പ്രധാന വ്യക്തിയുടെ ഒരു കൃതിയാണ് വി ദി പീപ്പിൾ. വി ദി പീപ്പിൾ എന്ന കൃതിയുടെ കർത്താവ് ആര് എന്ന് ചോദിച്ചാൽ എന്നെ പൾക്കിവാല, നാനി എ പൾക്കിവാല, എന്നെ പൾക്കിവാലയാണ് വി ദി പീപ്പിൾ എന്ന കൃതിയുടെ കർത്താവ്. ജസ്റ്റ് ഇതിനോടൊപ്പം ആ ചോദ്യം കൂടി ഓർക്കുന്നത് നന്നായിരിക്കും. നോക്കൂ, നമ്മൾ ആമുഖത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ 2 ഡേറ്റുകൾ പ്രധാനമായി നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച ഡേറ്റ്, ഭരണഘടനാ നിർമ്മാണ സഭ ലക്ഷ്യപ്രമേയം അംഗീകരിച്ച ഡേറ്റ്. ഇനി ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു 2 കേസുകൾ പഠിക്കുക. അതായത് നിങ്ങൾക്കറിയാം, അക്കാലത്ത് ആമുഖത്തെക്കുറിച്ച് വളരെ വ്യത്യസ്തങ്ങളായ 2 വാദഗതികളായിരുന്നു നിലനിന്നിരുന്നത്. ഒന്ന്, ഒരു കൂട്ടർ പറഞ്ഞു ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല, പ്രിയാമ്പിൾ ഈസ് നോട്ട് ദി പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. മറ്റൊരു കൂട്ടർ പറഞ്ഞു പ്രിയാമ്പിൾ ഈസ് ആൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഭാഗമാണ്. വലിയ തർക്കം സുപ്രീം കോടതിയുടെ മുമ്പിലെത്തി. വളരെ കൗതുകകരമെന്ന് പറയട്ടെ, സുപ്രീം കോടതി വ്യത്യസ്തങ്ങളായ 2 വിധിന്യായങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചത്. ആദ്യം സുപ്രീം കോടതി പറഞ്ഞു ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല, പ്രിയാമ്പിൾ ഈസ് നോട്ട് ദി പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അവിടെ ഒരു ചോദ്യമുണ്ട്. ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത് ഏത് കേസിൽ? ബെറുബറി കേസ്. 1960 ബെറുബറി കേസിലാണ് സുപ്രീം കോടതി വിധിച്ചത് പ്രിയാമ്പിൾ ഈസ് നോട്ട് ദി പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞ് സുപ്രീം കോടതി സ്വന്തം വിധി തിരുത്തി കുറിച്ചുകൊണ്ട് മറ്റൊരു കേസിൽ പറഞ്ഞു ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഭാഗമാണ്. അങ്ങനെ വിധിച്ചത് ഏത് കേസിലാണ്? അത് കേശവാനന്ദ ഭാരതി കേസ്. 1973 കേശവാനന്ദ ഭാരതി കേസ്. സുഹൃത്തുക്കളെ, വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ വളരെ വളരെ പ്രത്യാഘാതമുണ്ടാക്കിയ ഒരു കേസാണ് കേശവാനന്ദ ഭാരതി കേസ്. ഈ ഒരു പരാമർശം അല്ലെങ്കിൽ ഈ ഒരു വിധി മാത്രമല്ല കേശവാനന്ദ ഭാരതി കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. ഇതാദ്യം ഓർക്കുക.
ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഭാഗമാണെന്ന് സുപ്രീം കോടതി വിധിച്ചത് ഏത് കേസിൽ? കേശവാനന്ദ ഭാരതി കേസ്. ഈ കേശവാനന്ദ ഭാരതി കേസിലൂടെയാണ് സുപ്രീം കോടതി ഒരു പുതിയ ആശയം മുന്നോട്ട് വച്ചത്. എന്താശയം? ബേസിക് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന, അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്ന ഒരാശയം സുപ്രീം കോടതി മുന്നോട്ട് വച്ചത് ഏത് കേസിലൂടെ? ആ ചോദ്യം അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഭരണഘടനയുടെ അടിസ്ഥാന ഘടന, ബേസിക് സ്ട്രക്ചർ എന്നൊരാശയം സുപ്രീം കോടതി മുന്നോട്ട് വച്ചത് ഏത് കേസിലൂടെ? കേശവാനന്ദ ഭാരതി കേസ് 1973. ഈ കേസിലാണ് സുപ്രീം കോടതി മറ്റൊരു സുപ്രധാനമായ പരാമർശം നടത്തിയത്. ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങളിൽ മാറ്റം വരുത്താൻ പാർലമെന്റിന് അധികാരമില്ല. അതും പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താൻ പാർലമെന്റിന് അധികാരമില്ല എന്ന് സുപ്രീം കോടതി വിധിച്ചത് ഏത് കേസിൽ? കേശവാനന്ദ ഭാരതി കേസിൽ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടി ഇവിടെ ഓർക്കുക. എന്താണ് ഈ അടിസ്ഥാന ഘടന? ഈ അടുത്ത കാലത്ത് പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഉൾപ്പെടാത്തതേത്, അല്ലെങ്കിൽ ഉൾപ്പെട്ടതേത്? ഇങ്ങനെയൊക്കെ ചോദിക്കും. അപ്പം അത്തരത്തിലുള്ള ഏത് ചോദ്യം വന്നാലും നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ അപകടം ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ അടിസ്ഥാന ഘടനയിൽപ്പെട്ട പ്രധാന കാര്യങ്ങളൊന്ന് ഓർക്കണം, അതൊന്ന് ഓർമ്മിച്ചിരിക്കുക. അപ്പം ഞാൻ ഇന്ത്യൻ ഭരണഘടനയിലെ ബേസിക് സ്ട്രക്ചറിൽ ഉൾപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ജനാധിപത്യം, ഫെഡറൽ സ്വഭാവം, അതുപോലെ തന്നെ റിപ്പബ്ലിക്കൻ രീതിയിലുള്ള ഭരണം, മതേതരത്വം, ഡിവിഷൻ ഓഫ് പവർ, അധികാര വിഭജനം, അതായത് ജുഡീഷ്യറി എന്നും എക്സിക്യൂട്ടീവ് എന്നൊക്കെ പറയുന്ന രണ്ട് ഘടകങ്ങൾ പരസ്പര പൂരകങ്ങളായി പ്രവർത്തിക്കണം. രണ്ട് അധികാര സ്രോതസ്സുകളാണ്. അത് ഒന്ന് മറ്റൊന്നിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ പാടില്ല എന്നൊക്കെ അർത്ഥമാകുന്ന അധികാര വിഭജനം. വ്യക്തി സ്വാതന്ത്ര്യം, നമ്മുടെയൊക്കെ വ്യക്തി സ്വാതന്ത്ര്യം ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിൽ ഉൾപ്പെട്ടതാണ്. ഇതിനൊക്കെ ഉപരിയായി സുപ്രമസി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയുടെ മേൽക്കോയ്മ, ഇതെല്ലാം ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങളിൽ ഉൾപ്പെട്ടതാണ്. ഇതൊന്നും മാറ്റാനുള്ള അധികാരം പാർലമെൻറ്റിനില്ല. അവിടെ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കുക. പാർലമെൻറ്റിന് വാസ്തവത്തിൽ ഭരണഘടന ഭേദഗതിയാനുള്ള അധികാരമുണ്ട്. അമെൻമെൻറ്റ് അതോറിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പാർലമെൻറ്റാണ്. അവിടെ വേണമെങ്കിൽ ഒരു ചോദ്യം PSC സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യം കൂടി നിങ്ങൾ ഓർക്കുന്നത് നന്നായിരിക്കും. മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെൻറ്റിന് അധികാരം നൽകുന്ന ഭരണഘടനാ ഭേദഗതി ഏത്? 24ാം ഭേദഗതി 1971. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. വിച്ച് അമെൻമെൻറ്റ് ആക്ട് എംപവേർഡ് പാർലമെൻറ്റ് ടു അമെൻഡ് എനി പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻക്ലൂഡിംഗ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്? ആൻസർ 24th അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1971. പക്ഷേ ഇവിടെ ഓർക്കുക, ഭരണഘടന ഭേദഗതി ചെയ്യാൻ പാർലമെൻറ്റിന് അധികാരമുണ്ട്. സുപ്രീം കോടതി അതിലൊന്നും ഇടപെട്ടിട്ടില്ല. പക്ഷേ സുപ്രീം കോടതി പറഞ്ഞു, നിങ്ങൾ ഭരണഘടന ഭേദഗതി ചെയ്തോളൂ, പക്ഷേ തൊട്ടുപോകരുത് ഏത്? അടിസ്ഥാന പ്രമാണങ്ങൾ, ബേസിക് സ്ട്രക്ചറിൽ തുടരുത്. ആ ബേസിക് സ്ട്രക്ചറിലെ കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒന്ന് വളരെ ശ്രദ്ധാപൂർവം അത് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ കേശവാനന്ദ ഭാരതി കേസ് നമ്മൾ പറഞ്ഞു. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ആമുഖം നാളിതുവരെ എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? ഉത്തരം 1 പ്രാവശ്യം എന്ന് മാത്രമേ പറയാവൂ. 1949 ഭരണഘടന അംഗീകരിച്ചത്, 50 ഭരണഘടന നിലവിൽ വന്നത്. നിങ്ങൾക്കറിയാം, വർഷങ്ങൾ കഴിഞ്ഞു. നാളിതുവരെ ഒരേ ഒരു പ്രാവശ്യം മാത്രമേ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളൂ. ഹൗ മെനി ടൈംസ് പ്രിയാമ്പിൾ ഹാസ് ബീൻ അമെൻഡഡ് സോ ഫാർ എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, വൺസ്. അതുകൊണ്ട് തന്നെ ആ ഭരണഘടനാ ഭേദഗതിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ആമുഖത്തെ തിരുത്തിക്കുറിച്ച ഭരണഘടനാ ഭേദഗതി ഏത്? ആമുഖത്തെ തിരുത്തിക്കുറിച്ച ഭരണഘടനാ ഭേദഗതി 42ാം ഭേദഗതി 1976. ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും വലിയ ഒരു ഭരണഘടനാ ഭേദഗതിയാണ് 42ാം ഭേദഗതി. അത് തന്നെ പ്രത്യേക ഒരു ടോപ്പിക്കായിട്ട് നമുക്ക് മറ്റൊരവസരത്തിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഞാനതിൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഇപ്പോഴും നിങ്ങൾ ഓർക്കുക,
42-ാം ഭേദഗതി 1976 42-ാം ഭേദഗതിയിലൂടെയാണ് ആമുഖത്തെ തിരുത്തി കുറിച്ചത്, ആമുഖത്തിൽ മാറ്റം വരുത്തിയത്. ഇനി ഞാൻ ചോദിക്കട്ടെ, ആമുഖത്തിൽ ഈ 42-ാം ഭേദഗതിയിലൂടെ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് വരെയുള്ള കാര്യം നമ്മൾ ഓർക്കുക. അതായത് 1976 വരെ, അഥവാ 42-ാം ഭേദഗതി നിയമം പാസ്സാക്കുന്നത് വരെ ആമുഖപ്രകാരം ഇന്ത്യ അറിയപ്പെട്ടിരുന്നത് എങ്ങനെയായിരുന്നു? 3 വാക്കുകൾ മാത്രം ഓർത്താൽ മതി. സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, അല്ലേ? സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, മലയാളത്തിൽ പറയാം പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് മാത്രമേ ഇന്ത്യ അറിയപ്പെട്ടിരുന്നുള്ളൂ. ഏതുവരെ? 42-ാം ഭേദഗതി നിയമം പാസ്സാക്കുന്നത് വരെ, അഥവാ 1976 വരെ. എന്നാൽ 1976 42-ാം ഭേദഗതിയിലൂടെ ആമുഖത്തിൽ 3 വാക്കുകൾ കൂട്ടിച്ചേർത്തു. 3 വാക്കുകൾ എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ 3 വാക്കുകളുടെ കൂട്ടത്തിൽ 2 വാക്കും മറ്റൊരു സ്ഥലത്ത് 1 വാക്കും കൂട്ടിച്ചേർത്തു. ഇപ്പം ഞാൻ പറഞ്ഞ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നുള്ളിടത്ത് പരമാധികാരം കഴിഞ്ഞ് 2 വാക്കുകൾ കൂട്ടിച്ചേർത്തു. പരമാധികാര സ്ഥിതി സമത്വ അഥവാ സോഷ്യലിസ്റ്റ്, മതേതരത്വ അഥവാ സെക്കുലർ. അപ്പം വന്ന വാക്കുകൾ ഏതൊക്കെ? സോഷ്യലിസ്റ്റ്, സെക്കുലർ. പരീക്ഷയ്ക്ക് ചോദിക്കാം, ഇന്ത്യൻ ഭരണഘടനയിൽ മതേതരത്വം എന്ന പദം ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത്? സെക്കുലർ എന്ന വാക്ക് ഉൾപ്പെടുത്തിയ ഭേദഗതി ഏത്? 42-ാം ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയിൽ സോഷ്യലിസ്റ്റ് എന്ന പദം ഉൾപ്പെടുത്തിയ ഭേദഗതി ഏത്? 42-ാം ഭേദഗതി. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഇന്ത്യൻ ഭരണഘടനയിൽ ആമുഖപ്രകാരം ഇപ്പം ഭരണഘടന അറിയപ്പെടുന്നത് എങ്ങനെയാണ്? 5 വാക്കുകളായി, ഇല്ലേ? സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് വേണം പറയാൻ. അപ്പോൾ ആ 2 വാക്കുകൾ കൂട്ടിച്ചേർത്തു. സ്ഥിതി സമത്വം സോഷ്യലിസ്റ്റ്, മതേതരത്വം സെക്കുലർ. ഇനിതാ മറ്റൊരു വാക്ക് കിടപ്പുണ്ട്. ഞാൻ 3 വാക്കുകൾ ആമുഖത്തിൽ ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞു. ആമുഖത്തിൽ മറ്റൊരു സ്ഥലത്ത് യൂണിറ്റി ഓഫ് നാഷൻ എന്ന് കിടന്ന സ്ഥാനത്ത് യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് നാഷൻ എന്നാക്കി മാറ്റി. രാജ്യത്തിൻ്റെ ഐക്യം എന്ന് കിടന്ന സ്ഥാനത്ത് രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റി. അപ്പോൾ വന്ന വാക്കേത്? അഖണ്ഡത അഥവാ ഇൻറ്റഗ്രിറ്റി. അങ്ങനെയാണെങ്കിൽ ഇനി ഒരുമിച്ച് നമുക്ക് പഠിക്കാം. 42-ാം ഭേദഗതിയിലൂടെ 1976 ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയ 3 വാക്കുകളേവാ? സ്ഥിതി സമത്വം അഥവാ സോഷ്യലിസ്റ്റ്, മതേതരത്വം അഥവാ സെക്കുലർ, അഖണ്ഡത അഥവാ ഇൻറ്റഗ്രിറ്റി. ക്ലിയർ അല്ലേ? അപ്പോൾ ആമുഖപ്രകാരം ഇപ്പം ഇന്ത്യ അറിയപ്പെടുന്നത് എങ്ങനെ? പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. ഈ മലയാള പദങ്ങളുടെ കൂടെ ഇംഗ്ലീഷ് വാക്കുകൾ കൂടി പഠിക്കണം. ഇപ്പം പല ചോദ്യപേപ്പറുകളിലും ഇംഗ്ലീഷ് വാക്കുകളാണ് മലയാളത്തിൽ എടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, വളരെ ജാഗ്രതയോടുകൂടിയായിരിക്കണം ഇത് പഠിച്ചു വയ്ക്കേണ്ടത് എന്ന് ഓർക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ആമുഖത്തിൽ ഉൾപ്പെട്ട ഏക തീയതി ഏത്? ആമുഖത്തിൽ ഒരൊറ്റ ഡേറ്റ് മാത്രമേ ഉൾപ്പെട്ടിട്ടുള്ളൂ. അത് ഏതാണ്? ആമുഖത്തിൽ ഉൾപ്പെട്ട ഏക തീയതി ഏത്? 1949 നവംബർ 26, അതായത് ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ട ദിവസം. അത് മറക്കാതിരിക്കുക. 1949 നവംബർ 26 എന്നൊരു തീയതി അല്ലാതെ ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖത്തിൽ മറ്റൊരു തീയതിയും രേഖപ്പെടുത്തിയിട്ടില്ല. ഇനി ഒരു ചോദ്യം കൂടി ഞാൻ നിങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ വിശേഷണങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കും നല്ലത്. അതായത് നോക്കൂ, നമ്മുടെ ആമുഖത്തിൻ്റെ ശില്പി ആരാണ്? ആമുഖ പേജ് തയ്യാറാക്കിയതാര്? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയതാരെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, നന്ദലാൽ ബോസ് എന്നറിയാം. എന്നാൽ ആമുഖ പേജ് തയ്യാറാക്കിയത് അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട റാം മനോഹർ സിൻഹ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ആമുഖ പേജ് തയ്യാറാക്കിയതാര്? റാം മനോഹർ സിൻഹ.
അങ്ങനെ ഒരു വാക്കുകൂടി ഓർമ്മിച്ചുകൊള്ളുക, ഒരു പദവും കൂടി, ആ ഒരു പേര് കൂടി ഓർത്തു വെച്ചുകൊള്ളുക. ഇനി നോക്കൂ, ആമുഖത്തിൻ്റെ വിശേഷണങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. അതുകൂടി പറഞ്ഞ് നമുക്ക് ഈ ഒരു കുഞ്ഞു ടോപ്പിക്ക് അവസാനിപ്പിക്കാം. ആമുഖത്തിൻ്റെ വിശേഷണങ്ങൾ പറയുമ്പോൾ ആദ്യം നിങ്ങൾ ഓർക്കേണ്ടത്, ആമുഖം ഭരണഘടനയുടെ മനസാക്ഷി എന്നും അറിയപ്പെടുന്നു. ആമുഖം ഭരണഘടനയുടെ മനസാക്ഷി എന്നറിയപ്പെടുന്നു എന്നൊരു വിശേഷണം ആദ്യം പഠിച്ചിട്ട്, ഇനി പല ആൾക്കാർ ആമുഖത്തെ പല രീതിയിൽ വിശേഷണം നടത്തിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. നോക്കാം. ആമുഖം ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് എന്ന് വിശേഷിപ്പിച്ചതാര്? ആമുഖത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചതാര്? താക്കൂർദാസ് ഭാർഗവ്. മറക്കരുത്. അപ്പോൾ മറ്റൊരാൾ പറഞ്ഞു, ആമുഖം ഭരണഘടനയുടെ താക്കോലാണ്. ഇവിടെ പറഞ്ഞത് താക്കൂർദാസ് ഭാർഗവ് പറഞ്ഞ എന്താണ്? പ്രിയാമ്പിൾ ഈസ് ദി ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ മറ്റൊരാൾ പറയുന്നു, പ്രിയാമ്പിൾ ഈസ് ദി കീ ടു കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ ആണ്. അങ്ങനെയാണെങ്കിൽ മറ്റൊരാൾ പറഞ്ഞു, ആമുഖം ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് പറഞ്ഞത് നിങ്ങൾക്കറിയാം താക്കൂർദാസ് ഭാർഗവ്. താക്കോൽ എന്ന് പറഞ്ഞത് നിങ്ങൾക്കറിയാം ഏണസ്റ്റ് ബാർക്കർ. രണ്ടും കൂടി ചേർത്ത് ആമുഖം ഭരണഘടനയുടെ ആത്മാവും താക്കോലുമാണ്. ആമുഖം ഭരണഘടനയുടെ ആത്മാവും താക്കോലുമാണ് എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു. അതുകൊണ്ടാണ് ഒരിക്കൽ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചു, ആമുഖം ഭരണഘടന ആത്മാവെന്ന് വിശേഷിപ്പിച്ചതാര്? അവിടെ താക്കൂർദാസ് ഭാർഗവിൻ്റെ പേര് ഓപ്ഷനിലില്ലായിരുന്നു. അവിടെ ആൻസറായി വന്നത് ജവഹർലാൽ നെഹ്റു. കാരണം അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഓർക്കണം. ആമുഖം ഭരണഘടനയുടെ താക്കോലാണ് ഏണസ്റ്റ് ബാർക്കർ. ആമുഖം ഭരണഘടനയുടെ ആത്മാവും താക്കോലുമാണ് ജവഹർലാൽ നെഹ്റു. അപ്പോൾ മറ്റൊരാൾ പറഞ്ഞു, ആമുഖം ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകമാണ്. പൊളിറ്റിക്കൽ ഹൊറോസ്കോപ്പ് ഓഫ് ഇന്ത്യ. പ്രിയാമ്പിൾ ഈസ് ദി പൊളിറ്റിക്കൽ ഹൊറോസ്കോപ്പ് ഓഫ് ഇന്ത്യ. പറഞ്ഞതാര്? KM മുൻഷിയാണ്. KM മുൻഷി. അപ്പോൾ മറ്റൊരാൾ പറഞ്ഞു, ആമുഖം ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡാണ്. പ്രിയാമ്പിൾ ഈസ് ദി ഐഡൻറ്റിറ്റി കാർഡ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. പറഞ്ഞത് മറ്റാരുമല്ല, NA പൾക്കിവാല ആണ്. നാനി എ പൾക്കിവാല ആണ് പറഞ്ഞത്. പ്രിയാമ്പിൾ ഈസ് ദി ഐഡൻറ്റിറ്റി കാർഡ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. സുഹൃത്തുക്കളെ, പ്രിയാമ്പിളിനെക്കുറിച്ച്, ആമുഖത്തെക്കുറിച്ച് വളരെ വ്യക്തമായി നമ്മൾ കുറേ കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഈ ക്ലാസ് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നിങ്ങളോട് ഒരിക്കൽ കൂടി നമ്മുടെ ഒരു സർക്കാർ ഉദ്യോഗത്തിൻ്റെ പ്രസക്തി ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. സുഹൃത്തുക്കളെ, ഒരു സർക്കാർ ഉദ്യോഗം ഇന്ന് നമ്മുടെ ഏറ്റവും അനിവാര്യമായൊരു ഘടകമായി മാറിയിരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്കത് നേടിയെടുക്കാനാകും. ഡോക്സ്റ്റായുടെ ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് വലിയ വിജയം നേടാൻ കഴിയും. അപ്പോൾ തളരാത്ത ആത്മബലവും തകരാത്ത നിശ്ചയദാർഢ്യവും നിലയ്ക്കാത്ത പരിശ്രമവുമായി ഡോക്സ്റ്റയോടൊപ്പം മുന്നോട്ട് പോവുക. വലിയ വിജയങ്ങൾ നേടാൻ നിങ്ങൾ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഗുഡ് ബൈ.